ഹലോ എവരി വൺ. MSc മാത്തമാറ്റിക്സ് ഫസ്റ്റ് സെമിസ്റ്റർ റിയൽ അനാലിസിസ് പേപ്പറിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ അനാലിസിസ് ബൈ റൂഡിൻ ആണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ സെറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. സോ ഫൈനൈറ്റ്, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ സെറ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടോപ്പിക്കുകളൊക്കെയാണ്. സോ നോക്കാം. First definition 2.1. Consider two sets A and B whose elements may be any objects whatsoever, and suppose that with each element x of A there is associated in some manner an element of B which we denoted by f of x. Then f is said to be a function from A to B. The set A is called the domain of f, and the elements f of x are called the values of f. The set of all values of f is called the range of f. ഈ ഡെഫിനേഷൻ നമുക്ക് മുമ്പ് അറിയുന്നത് തന്നെയാണ്, എന്നാലും നമുക്കൊന്നും കൂടി നോക്കാം. അതായത് രണ്ട് സെറ്റ്സ് നമ്മളെടുത്തു, എയും ബിയും. ഇതിലത്തെ എലമെന്റ്സ് എനി ഒബ്ജക്റ്റ് ആവാം, ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ വേണമെങ്കിലും ആവാം, ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ ഈ എയിലുള്ള എലമെന്റ്സ്, സപ്പോസ് ദാറ്റ് വിത്ത് ഈച്ച് എലമെന്റ് എക്സ് ഓഫ് എയിലുള്ള എലമെന്റ്സുകളെല്ലാം തന്നെ ഏതെങ്കിലും രീതിയിൽ ബിയിലുള്ള എലമെന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. എൻ്റെ സപ്പോസ് ദാറ്റ് വിത്ത് ഈച്ച് എലമെന്റ് എക്സ് ഓഫ് എ ദർ ഈസ് അസോസിയേറ്റഡ് ഇൻ സം മാനർ ആൻ എലമെന്റ് ഓഫ് ബി വിച്ച് വി ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ്. ആ ബിയിലുള്ള എലമെന്റിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ എഫ് ഈസ് സെഡ് ടു ബി എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അങ്ങനെയാണെങ്കിൽ എഫിന് നമുക്ക് ഒരു ഫംഗ്ഷനാണ് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ മാപ്പിംഗ് ഓഫ് എ ഇൻറ്റു ബി. ദ സെറ്റ് എ ഈസ് കോൾഡ് ദ ഡൊമെയിൻ ഓഫ് എഫ്. ഈ സെറ്റ് എ നമുക്ക് ഡൊമെയിൻ എന്ന് പറയാം. ബി നമുക്കറിയാം കോഡൊമെയിൻ എന്നാണ് നമ്മൾ പറയാറ്. ആൻഡ് ദ എലമെന്റ്സ് എഫ് ഓഫ് എക്സ് ആർ കോൾഡ് ദ വാല്യൂസ് ഓഫ് എഫ്. ദ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എഫ് ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് എഫ്. ഈ എല്ലാ എഫ് ഓഫ് എക്സുകളുടെ എല്ലാ കളക്ഷനും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എന്നെ നമുക്ക് എന്ത് പറയാം? ദ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഡെഫിനീഷൻ 2.1 പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡെഫിനീഷൻ 2.2. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ് ആൻഡ് ലെറ്റ് എഫ് ബി എ മാപ്പിംഗ് ഓഫ് എ ഇൻറ്റു ബി. എയും ബിയും രണ്ട് സെറ്റ്സ് ആണ്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. ഇനി നമ്മൾ വിചാരിക്കേണ്ടത് ഒരു സബ്സെറ്റ് എടുക്കുക എയുടെ, അതിന് നമുക്ക് ഇ എന്ന് കൊടുക്കാം. ഇഫ് ഇ സബ്സെറ്റ് ഓഫ് എ ആണ്, എഫ് ഓഫ് ഇ ഈസ് ഡിഫൈൻഡ് ടു ബി ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു ഇ. നമുക്കറിയാലോ ഇ ആണ് എയുടെ സബ്സെറ്റ്. അപ്പോൾ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? കളക്ഷൻ ഓഫ് എഫ് ഓഫ് എക്സുകളായിരിക്കും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. ഇവിടെ എക്സ് എന്താണ്? ഇയിലത്തെ എലമെന്റ് ആയിരിക്കും. ആ ഇയിലത്തെ എലമെന്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനാണ് എഫ് ഓഫ് ഇ. We call f of e the range of e under f എന്നാണ് നമ്മൾ പറയാം. In this notation, f of a is the range of f. It is clear that f of a subset of b. ഈ എഫ് ഓഫ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആകാം. വേണമെങ്കിൽ ബി എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു ബി ആവാം. ഓക്കെ, ഈ രണ്ട് ചാൻസുകളും ഒന്നില്ലെങ്കിൽ സബ്സെറ്റ് ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഓക്കെ, ഇനി എഫ് ഓഫ് എ എന്ന് പറയുന്നത് ബിയോട് ഈക്വൽ ആണെങ്കിൽ വി സേ ദാറ്റ് എഫ് മാപ്സ് എ ഓൺ ടു ബി. എഫ് ഓഫ് എയും അതായത് റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം എഫ് മാപ്പ് ചെയ്യുന്നുണ്ട് എ ഓൺ ടു ബി. ഇത്ര നേരം നമ്മൾ എ ഇൻ ടു ബി എന്നാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ എഫ് ഓഫ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് പറയാം എഫ് മാപ്സ് എ ഓൺ ടു ബി. ഓക്കെ, ഇനി ഇഫ് ഈ സബ്സെറ്റ് ഓഫ് ബി ഈ കോഡൊമെയിൻ ബിന്റെ ഫംഗ്ഷൻ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആയിട്ടാണ് എടുത്തത്. അതവിടെ തീർന്നു. ഇനി അടുത്ത ഡെഫിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഡിനോട്ട് ചെയ്യുന്നത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ. ഇയിലുള്ള എഫ് ഓഫ് എക്സുകൾ, ആ എഫ് ഓഫ് എക്സുകൾ കിട്ടാൻ കാരണമായിട്ടുള്ള എക്സുകളുടെ കളക്ഷൻ എന്നാണ് പറയുന്നത്. ഏതൊക്കെ എക്സുകൾ എയിൽ കൊടുക്കുമ്പോഴാണ്, എയിലത്തെ ഏതൊക്കെ എക്സ് എടുക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സ് ഇയിൽ വരുന്നത്, അങ്ങനത്തെ എക്സുകളുടെ കളക്ഷനാണ് ഇത് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ. ഇഫ് ഇ സബ്സെറ്റ് ഓഫ് ബി, എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഡിനോട്ട്സ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ. അതായത് ഏതൊക്കെ എക്സുകൾ എയിലത്തെ കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സ് ഇയിൽ വരുന്നത്, ആ എക്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, വി കോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ
ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഇ അണ്ടർ എഫ് എന്ന് പറയും. ഇഫ് ഇനിയിപ്പോൾ നമ്മളോട് ഒരു സെറ്റാണ് എടുത്തത്, ഈ ഒരു എലമെന്റ് y ബിലോങ്സ് ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് y എന്താണ്? ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷനാണ്, എക്സ് എയിലുള്ള എക്സുകളുടെ കളക്ഷനാണ് എന്ത്? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത്. If for each y belongs to B, f inverse of y consists of at most one element of A, then f is said to be a 1-1 mapping of A into B. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എടുത്ത് നമ്മൾ ഓരോ ബിയിലത്തെ ഓരോ എലമെന്റ്സും എടുത്ത് അതിൻ്റെയൊക്കെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ കാണുമ്പോൾ, ഇപ്പോൾ ഈച്ച് എലമെന്റ് വൈ ബിലോങ്സ് ടു ബി എടുത്തു, അതിൻ്റെയൊക്കെ എഫ് ഇൻവേഴ്സ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റിൽ അറ്റ്മോസ്റ്റ് വൺ എലമെന്റ് ഓഫ് എ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം എന്ത്? എഫ് ഒരു 1-1 മാപ്പിംഗ് ആണ് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയാം. This may also be expressed as follows. അതായത് f is a 1-1 mapping of A into B provided that f of x1 not equal to f of x2 whenever x1 not equal to x2, x1 belongs to x2 belongs to A. അതായത് എഫ് ഓഫ് എക്സ് വണ്ണും നമുക്കൊരു കണ്ടീഷൻ പോലെ പറയാം. ഏതൊരു ഇപ്പോൾ എക്സ് വണ്ണും എക്സ് ടും ഈക്വൽ അല്ല, എക്സ് വണ്ണും എക്സ് ടും ഏഴത്തെ എലമെന്റ്സ് ആണ്. എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആണ്. അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ത്? എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് എന്താണ്? 1-1 മാപ്പിംഗ് ആണെന്ന് പറയാം. അതല്ലെങ്കിൽ ഇതിന്റെ നെഗേഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. അങ്ങനെയാണെങ്കിലും ആ എഫിനെ നമുക്ക് 1-1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനീഷൻ 2.2 പറയുന്നത്. നമുക്ക് ഡെഫിനീഷൻ 2.3 നോക്കാം. എയും ബിയും രണ്ട് സെറ്റ്സ് ആണ്. ഈ പേജ് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, നോക്കുക. എയും ബിയും രണ്ട് സെറ്റ്സ് ആണ്. ആ രണ്ട് സെറ്റ്സിന് ഇക്വാലന്റ് ആണ് എപ്പോഴാണ് നമ്മൾ പറയാം? അതായത് എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു 1-1 on-to മാപ്പിംഗ് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവിടെ ഒരു എഫ്, ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഉണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും ഇക്വാലന്റ് ആണ്, ഓർ കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് നമുക്ക് പറയാം. ഇവിടെ എ ടിൽഡ ബി മീൻസ് എ ആൻഡ് ബി ആർ ഇക്വാലന്റ്. എ റിലേറ്റഡ് ടു ബി മീൻസ് എ ആൻഡ് ബി ആർ ഇക്വാലന്റ്. ഓക്കെ, കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി. ഇനി നോക്കുക, ഈ റിലേഷന് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഏതൊരു സെറ്റ് എ എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. ഇവിടുത്തെ റിലേഷൻ എന്താണ്? എപ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-1 on-to റിലേഷൻ ഉണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എയും ബിയും ഇക്വാലന്റ് ആണെന്ന്. അതിനെയാണ് നമ്മളിവിടെ റിലേഷനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിലേക്ക് തന്നെ നമുക്ക് ഒരു ഐഡന്റിറ്റി മാപ്പ് ഉണ്ടാവും. ആ ഐഡന്റിറ്റി മാപ്പിംഗ് എന്തായിരിക്കും? 1-1ഉം on-to ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് എയിൽ നിന്ന് എയിലേക്ക് തന്നെ ബൈജക്റ്റീവ് ആയിട്ടുള്ളത്, 1-1ഉം on-to ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ആ സെറ്റിനോട് തന്നെ എന്താണ്? റിലേറ്റഡ് ആണ്. അതായത് എയോട് തന്നെ, എയും ഇക്വാലന്റ് ആണെന്ന് പറയും. ഇവിടെ എയും ബിയും ഇക്വാലന്റ് ആണെന്ന് പറഞ്ഞ പോലെ എ റിലേറ്റഡ് ടു എ തന്നെയാണ്. ഈ പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ്. ഓക്കെ, ഇവിടെ ഐഡന്റിറ്റി മാപ്പ് ഉണ്ട് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഫോർ ഇനി എ, ഇഫ് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ നമുക്ക് പറയാം ബി റിലേറ്റഡ് ടു എ. അതായത് എ റിലേറ്റഡ് ടു ബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ടിൽഡ ബി ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷൻ ഉണ്ട് 1-1ഉം on-to ആയിട്ടുള്ളത് എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ബിയിൽ നിന്ന് എയിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റണം 1-1ഉം on-to ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയുന്നത് ബി റിലേറ്റഡ് ടു എ അല്ലെങ്കിൽ ബി ടിൽഡ എ എന്ന് പറയാം. അപ്പോൾ ദർ എക്സിസ്റ്റ്, ഇപ്പോൾ എഫ് എയിൽ നിന്ന് ബിയിലേക്ക് 1-1 on-to ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്, ഇതിനൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ദർ എക്സിസ്റ്റ് എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ സച്ച് ദാറ്റ് എഫ് ഇൻവേഴ്സും എന്തായിരിക്കും? 1-1ഉം on-to ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ബൈജക്റ്റീവ് മാപ്പ് കിട്ടി, 1-1ഉം on-to ഉള്ള ഒരു മാപ്പ് കിട്ടി. സോ ബി റിലേറ്റഡ് ടു എ ആണ്. അതായത് ഇഫ് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കും. ഈ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇനി നോക്കുക, അടുത്ത പ്രോപ്പർട്ടിയാണ് ഇഫ് എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു എ. അങ്ങനെയാണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കും. എ റിലേറ്റഡ് ടു ബി എന്ന് വെച്ചാൽ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും 1-1ഉം on-to ആയിട്ടുള്ളത്. ബി റിലേറ്റഡ് ടു സി എന്ന് വെച്ചാൽ എന്താണ്? ബിയിൽ നിന്ന് സിയിലേക്ക് നമുക്കൊരു 1-1 on-to മാപ്പിംഗ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ആൻഡ് ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്ക് സച്ച് ദാറ്റ് എഫ് ആൻഡ് ജി ആർ 1-1 ആൻഡ് on-to ആണ്. ഇനി നമ്മൾ ഇതിന്റെ കോമ്പോസിഷൻ എടുക്കുകയാണ്.
ഇവിടെ എഫ് കോമ്പോസിഷൻ ജി എന്നാണ് എഴുതിയിരിക്കുന്നത്, ജി കോമ്പോസിഷൻ എഫ് ആണ്. സോ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എടുക്കുമ്പോൾ അതും എന്തായിരിക്കും 1 1 ഉം 2 ആയിരിക്കും. സോ ജി കോമ്പോസിഷൻ എഫ് എടുത്താൽ എന്തായിരിക്കും, അത് എയിൽ നിന്ന് സിയിലോട്ടായിരിക്കും. ജി ബിയിൽ നിന്ന് സിയിലേക്കാണ്, എഫ് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എടുക്കുമ്പോൾ ഫംഗ്ഷൻ ഇവിടെ നിന്ന് എവിടേക്കായിരിക്കും, എയിൽ നിന്ന് സിയിലോട്ടായിരിക്കും. അത് 1 1 ഉം 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റി. ജി കോമ്പോസിഷൻ എഫ് ആണ് ഇവിടുത്തെ കേസിൽ, അത് എയിൽ നിന്ന് സിയിലേക്കാണ്, അത് 1 1 ഉം 2 ആണ്. സോ എ റിലേറ്റഡ് ടു സി ആയിരിക്കും. അതായത് ഈ പ്രോപ്പർട്ടീനെ, അതായത് എ റിലേറ്റഡ് ടു ബി ആണ്, ബി റിലേറ്റഡ് ടു സി ആണ്, അങ്ങനെയാണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കും. ഈ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ്. ഓക്കെ, ഇതാണ് ഡെഫിനീഷൻ 2.3. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഡെഫിനീഷനിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. If there exists a 1-1 mapping of A onto B, we say that A and B can be put in 1-1 correspondence, or that A and B have the same cardinal number, or briefly that A and B are equivalent, and we write A related to B. This relation clearly has the following properties. It is reflexive A related to A. It is symmetric if A related to B, then B related to A. It is transitive if A related to B and B related to C, then A related to C. ഇനി ഒരു റിലേഷൻ, ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എനി റിലേഷൻ വിത്ത് ദീസ് 3 പ്രോപ്പർട്ടീസ് ഈസ് കോൾഡ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയപ്പെടുകയാണ് ഏതെങ്കിലും ഒരു റിലേഷൻ ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനെ ഇക്വാലൻസ് റിലേഷൻ എന്ന്. ഓക്കെ, ഇനി അടുത്ത ഡെഫിനേഷൻ നോക്കാം. For any positive integer n, let Jn be the set whose elements are the integers 1, 2, 3, etc. n. Let J be the set consisting of all positive integers. For any set A, we say, നോക്കാം, അതായത് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ എൻ, ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ എൻ എടുത്താലും ജെ എൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റാണ്. ഊസ് എലമെന്റ്സ് ആർ ദ ഇൻറ്റീജേഴ്സ് 1 2 അപ് ടു എൻ വരെ, 1 2 3 അപ് ടു എൻ. എന്നിട്ട് ജെ ബി ഡി, അതാണ് ജെ എൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജെ 5 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ്, ഇവിടെ എൻ 5 ആണ്, 1 2 3 4 5, 4 ആണെങ്കിൽ 1 2 3 4 5 2 5 6 അങ്ങനെ. ഓക്കെ, ജെ എന്ന് പറയുന്നത് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, അതായത് 1 2 എക്സെട്ര അങ്ങനെ പോകുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇനി നോക്കുക, ഫോർ എനി സെറ്റ് എ വി സേ എ ഈസ് ഫൈനൈറ്റ് ഇഫ്, എപ്പോഴാണ് എ ഫൈനൈറ്റ് ആണെന്ന് പറയാം, എ റിലേറ്റഡ് ടു ജെ എൻ ആക്കുമ്പോൾ, ഫോർ സം എൻ. അതായത് എ ഈക്വൽ ടു നമ്മൾ എ ബി സി എന്നെടുത്തു, ഇവിടെ കാർഡിനാലിറ്റി 3 ആണ്. അപ്പോൾ എ റിലേറ്റഡ് ടു ജെ 3, അതായത് ജെ 3 ഈക്വൽ ടു 1 2 3. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഫൈനൈറ്റ് ആയിരിക്കും, അതായത് എ റിലേറ്റഡ് ടു ജെ 3 ആണ്, എ ഈസ് ഫൈനൈറ്റും ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് എ ഈസ് ഫൈനൈറ്റ് ആണ്. ഇപ്പോൾ ഇഫ് എ റിലേറ്റഡ് ടു ജെ എൻ ആയിരിക്കും ഫോർ സം എൻ. ഇവിടെ റിലേറ്റഡ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എയിൽ നിന്ന് ജെ എന്നിലേക്ക് ഒരു 1 1 on2 മാപ്പിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, ഇനി എന്താ, എ ഈസ് ഇൻഫൈനൈറ്റ് ഇഫ് എ ഈസ് നോട്ട് ഫൈനൈറ്റ്. ഓക്കെ, എ ഈസ് കൗണ്ടബിൾ ആണെങ്കിൽ എങ്ങനെയാണ്, ഇഫ് എ റിലേറ്റഡ് ടു ജെ, ഇവിടെ ജെ എൻ ആണെങ്കിൽ ഇവിടെ ജെ ആണ്. ഓക്കെ, കൗണ്ടബിൾ ആണെങ്കിൽ. എ ഈസ് അൺകൗണ്ടബിൾ ഇഫ് എ ഈസ് നെയ്തർ ഫൈനൈറ്റ് നോർ കൗണ്ടബിൾ. എ അൺകൗണ്ടബിൾ ആകുക എപ്പോഴാണ്, എ ഫൈനൈറ്റും ആവരുത് എ കൗണ്ടബിളും ആവരുത്. ഓക്കെ, ഇനി ഈ എ ഈസ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ഇഫ് എ ഈസ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ. അതായത് എ അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആവുക എപ്പോഴാണ്, എ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആകണം അല്ലെങ്കിൽ കൗണ്ടബിൾ ആകണം. ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആണ് എന്ന് പറയാം. എ ഈസ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ. കൗണ്ടബിൾ സെറ്റ് ആർ ഓൾസോ കോൾഡ് എന്യൂമറബിൾ ഓർ ഡെന്യൂമറബിൾ സെറ്റ്സ് എന്ന് നമുക്ക് പറയാം. എന്യൂമറബിൾ ഓർ ഡെന്യൂമറബിൾ സെറ്റ് എന്ന് പറയാം കൗണ്ടബിൾ സെറ്റിനെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ 2.4. അതായത് എ ഈസ് ഫൈനൈറ്റ് ഇഫ് എ റിലേറ്റഡ് ടു Jn for some n. The empty set is also considered to be finite. Empty set നമ്മൾ finite set ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി A is infinite if A is not finite. A is countable if A related to J. A is uncountable if A is neither finite nor countable. A is at most countable if A is finite or countable. Countable sets are sometimes called enumerable or denumerable. Countable sets നെ നമ്മൾ sometimes എന്താണ് വിളിക്കുക, enumerable അല്ലെങ്കിൽ denumerable എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ,
ഇനി നോക്കുക, നമ്മളൊരു എക്സാമ്പിൾ ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഒരു കൗണ്ടബിൾ സെറ്റ് ആണ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നോക്കാം. കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്താ കാണിക്കാറുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എ കൗണ്ടബിൾ ആണെങ്കിൽ കൗണ്ടബിൾ ആവുക എപ്പോഴാണ്? ഇഫ് എ റിലേറ്റഡ് ടു ജെ ആയിരിക്കണം. ഓക്കെ. എ റിലേറ്റഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ റിലേഷന്റെ പ്രോപ്പർട്ടീസിൽ സിമെട്രിക് ആണ്. അപ്പോൾ എ റിലേറ്റഡ് ടു ജെ ആണെങ്കിൽ ജെ റിലേറ്റഡ് ടു എ ആയിരിക്കും, ജെ റിലേറ്റഡ് ടു എ ആണെങ്കിൽ എ റിലേറ്റഡ് ടു ജെയും ആയിരിക്കും. ഓക്കെ. ഇനി നോക്കാം. ലെറ്റ് എ, ഇവിടുത്തെ റിലേഷൻ എന്താ നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം 1 1 on 2 മാപ്പ് ജെയിൽ നിന്ന് എയിലേക്ക് ഓർ എയിൽ നിന്ന് ജെയിലേക്ക്. നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ജെ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? 1 2 3 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ. ഇനി എയിൽ നിന്ന് ജെയിലേക്ക് അല്ലെങ്കിൽ ജെയിൽ നിന്ന് എയിലേക്ക് നമുക്കൊരു 1 1 on 2 മാപ്പിംഗ് കണ്ടുപിടിക്കണം. സോ ഇങ്ങനെ ഫംഗ്ഷൻ എടുക്കാം. എഫ് ഫ്രം ജെയിൽ നിന്ന് എയിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ ബൈ ടു, എൻ ഈസ് ഈവൻ, അല്ലെങ്കിൽ എൻ ഓഡ് ആകുമ്പോൾ മൈനസ് എൻ മൈനസ് 1 ബൈ 2. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി ജെ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ എൻ ഈസ് ഓഡ് ആകുമ്പോൾ ഇതാണ്. അപ്പോൾ എന്നെ നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ 1 കൊടുക്കുമ്പോൾ മൈനസ് 1 മൈനസ് 1 ബൈ 2, അതായത് 0 മൈനസ് 0 ബൈ 2 എന്താകും? 0 ആയിരിക്കും. അപ്പോൾ 1ൽ നിന്ന് 0യിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. 2 ആകുമ്പോൾ ഈവൻ ആണ്. അപ്പോൾ 2 ബൈ 2 1. അപ്പോൾ 2ൽ നിന്ന് 1ലേക്ക്. 3 ആകുമ്പോൾ വീണ്ടും ഓടാണ്. മൈനസ് ബ്രാക്കറ്റിൽ 3 മൈനസ് 1 ബൈ 2, 3 മൈനസ് 1 2 ആണ്. അപ്പോൾ മൈനസ് 2 ബൈ 2 മൈനസ് 1, 3ൽ നിന്ന് മൈനസ് 1, 4 ആകുമ്പോൾ 2യിലേക്ക്. അങ്ങനെ മാപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു 1 1 on 2 മാപ്പിംഗ് ആണ്. എഫ് ഓഫ് എൻ ഈസ് 1 1 ആൻഡ് on 2 മാപ്പിംഗ് ആണ്. സോ ജെ റിലേറ്റഡ് ടു എ ആണ് ഓർ എ റിലേറ്റഡ് ടു ജെ. കാരണം റിലേഷൻ സിമെട്രിക് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ ജെ റിലേറ്റഡ് ടു എ ആണെങ്കിൽ എ റിലേറ്റഡ് ടു ജെ ആയിരിക്കും. ഇനി നോക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് കൗണ്ടബിൾ ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ കൗണ്ടബിൾ ആകുക എപ്പോഴാണ്? എ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ജി ആകുമ്പോഴാണ്. സോ എ കൗണ്ടബിൾ ആണ്, അതായത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ സെറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു.